മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. മഞ്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചുമാറ്റിയ സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള വ്യാപാര സമുച്ചയവും ബസ് ബേയും നിർമ്മിക്കാനുള്ള നഗരസഭയുടെ സ്വപ്ന പദ്ധതിക്ക് ടെൻഡറായി. ജനുവരി അവസാനത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്ന് ചെയർപേഴ്സൺ VM സുബൈദ പറഞ്ഞു. മഞ്ചേരി ബസ് ബേ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന TA സേവിയർ ആൻഡ് സൺസ് നിർമ്മാണ കമ്പനിയാണ് ടെൻഡർ എടുത്തത്. 6.95 കോടി രൂപയ്ക്കാണ് നിർമ്മാണ പ്രവൃത്തികൾക്ക് ടെൻഡർ എടുത്തത്. ഇന്ന് ചേരുന്ന അടിയന്തര കൗൺസിൽ യോഗം ടെൻഡറിന് അംഗീകാരം നൽകും. വൈദ്യുതീകരണ പ്രവൃത്തി ഉൾപ്പെടെയുള്ളതിന് പിന്നീട് 2.5 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കും. മഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും നിശ്ചിത പലിശ നിരക്കിൽ 9 കോടി രൂപ വായ്പയെടുത്താണ് നിർമ്മാണം നടത്തുക. വായ്പയെടുക്കുന്നതിന് നേരത്തെ സർക്കാർ അനുമതി ലഭിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടത്താനും പദ്ധതിയുണ്ട്. ഇതിനായി പ്രൊജക്ട് റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു. അനുകൂല തീരുമാനമുണ്ടായാൽ അമൃത് പദ്ധതിയിൽ നിന്ന് വായ്പയായി ലഭിക്കുന്ന തുകയുടെ ബാക്കിയാവും മഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വാങ്ങുക. കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ച പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചുമാറ്റിയിട്ട് 1 വർഷത്തിലേറെയായി. പൊളിച്ചയുടൻ തന്നെ ഇവിടെ വ്യാപാര സമുച്ചയ നിർമ്മാണം ആരംഭിക്കാനായിരുന്നു നഗരസഭയുടെ പദ്ധതി. എന്നാൽ സാങ്കേതികാനുമതി ലഭ്യമാകാൻ വൈകി. ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ നിരന്തരം ചീഫ് എഞ്ചിനീയറുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഒടുവിൽ അനുമതി ലഭിച്ചത്. നിലവിൽ ആദ്യഘട്ടത്തിൽ 3 നിലകളിൽ കെട്ടിടം പണിയാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇതിൽ വാണിജ്യ കേന്ദ്രങ്ങൾ, ഓപ്പൺ ഓഡിറ്റോറിയം, പാർക്കിംഗ് ഏരിയ എന്നിവയും ഉൾപ്പെടും. ബസ് ബേയും ഉണ്ടാകും. കെട്ടിട നിർമ്മാണം പൂർത്തിയായാൽ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന വ്യാപാരികളെ ഇതിലേക്ക് പുനരധിവസിപ്പിക്കും. ശേഷം പഴയ ബസ് സ്റ്റാൻഡിന്റെ ഭാഗമായിരുന്ന മുൻഭാഗത്തെ കെട്ടിടം പൊളിക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.